ഹായ് ഗായ്സ്, എല്ലാവർക്കും മൈറ്റ് എക്സ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പവും പിന്നെ മുട്ടക്കറിയും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ദിവസം. പിന്നെ മാങ്ങയും കൊണ്ടാണല്ലോ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഒളർമാവിൻ്റെ മാങ്ങ. അപ്പോൾ ആക്ച്വലി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പപ്പായ ജ്യൂസാണ്. അതൊക്കെ അവർക്ക് ടൈറ്റിൽ കണ്ടേ മനസ്സിലായിണ്ടാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് പപ്പായ. പിന്നെ പപ്പായ ജ്യൂസ് മാങ്ങയും കൊണ്ട് ഉണ്ടാക്കുവോ? ഇത് നമുക്ക് ആദ്യം ഒന്ന് കേക്ക് എടുക്കാം. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പപ്പായാണ്, കടയിൽ നിന്ന് വാങ്ങിയൊന്നുമല്ല കേട്ടോ. ആദ്യം തന്നെ ഈ പപ്പായ രണ്ടായി മുറിക്കാം. എത്ര കുരുവാ ഇത് കുഴിച്ചിട്ടിട്ട് നമുക്ക് പപ്പായമാരുണ്ടാക്കിയാലോ? ആദ്യം ഉള്ള പപ്പായ മരത്തിന് വെള്ളം ഒഴിക്കി, എന്നിട്ട് നമുക്ക് പുതിയ ഉണ്ടാക്കുന്ന കാര്യം ആലോചിക്കാം. ഇനി അടുത്തതായി ചെയ്യേണ്ടത് ഈ പപ്പായ ഒന്ന് ചെറിയ ചെറിയ പീസുകളായി മുറിച്ചിടുക. മിക്സിയിൽ അരക്കണമെങ്കിൽ ചെറുതായി മുറിയണം കേട്ടോ. അപ്പം നമ്മൾ ഈ പപ്പായൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. ഇത് കുറച്ച് വലിപ്പം അധികമാണെന്ന് തോന്നുന്നുണ്ട്, സോ ഒന്നും കൂടി ചെറുതാക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയും പാലും. ഹായ്, നല്ല പാല്. അപ്പം നമ്മൾ ഒന്നുകൂടി ചെറുതായി മുറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെറുതായി മുറിച്ചിട്ട പപ്പായ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിന് ഷുഗർ ചേർക്കുകയാണ്. ഷുഗർ അനാവശ്യമായിട്ട് ആഡ് ചെയ്യരുത്, കാരണം ഇതാണ് വെളുത്ത വശം. ഗായ്സ്, ഇവരെ വിശ്വസിക്കണ്ട. അമ്മല്ലാത്തപ്പം ഭാരി വലിച്ചു തിന്നലുണ്ട്. ഇനി ഒരു പകുതി ഗ്ലാസ് പാലെടുക്കുക. ആദ്യം കുറച്ച് പാലെടുത്തിട്ട് മിക്സിയിൽ അടിക്കണം, അല്ലെങ്കിൽ നന്നായി അരങ്ങി കിട്ടൂല. അപ്പോൾ നമ്മളിതാ പാലൊഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അമ്മയാണ് അരച്ചു തരുന്നത്, ഞാൻ അരച്ച കൈ 2 പീസാവും. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി നന്നായി അരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് തികഞ്ഞില്ലെങ്കിൽ കുറച്ചുകൂടി പാൽ ഒഴിച്ചു കൊടുക്കട്ടോ. വേണമെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കുക, തണുപ്പൊക്കെ വേണ്ടേ. എന്നിട്ട് നന്നായി ഒന്നുകൂടി അരച്ചെടുക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ, ടാറ്റാ.